ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബൈയിങ് മോട്ടീവ്സിലെ സെക്കൻഡ് പാർട്ടാണ്, ഇമോഷണൽ ആൻഡ് റാഷണൽ മോട്ടീവ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇമോഷണൽ ബൈയിങ് മോട്ടീവ്സ്. ബൈയിങ് മോട്ടീവ്സ് ബേസ്ഡ് ഓൺ ഫീലിംഗ്സ് ഓർ പാഷൻസ് ആർ നോൺ ആസ് ഇമോഷണൽ ബൈയിങ് മോട്ടീവ്സ്. ഫീലിംഗ്സ് അല്ലെങ്കിൽ പാഷൻസുകളെ അടിസ്ഥാനമാക്കി പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മോട്ടീവ്സുകളെയാണ് നമ്മൾ ഇമോഷണൽ ബൈയിങ് മോട്ടീവ്സ് എന്നറിയപ്പെടുന്നത്. ദീസ് മോട്ടീവ്സ് കവർ ദ ഫീലിംഗ്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദ യൂസ് ഓഫ് എ പ്രോഡക്റ്റ്. ഇത്തരത്തിലുള്ള മോട്ടീവ്സുകൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ ഫീലിംഗ്സിനെ കവർ ചെയ്യുന്നുണ്ട്. ഇമോഷണൽ ബൈയിങ് മോട്ടീവ്സിൽ 6 കാറ്റഗറി ഉണ്ട്. ഒന്നാമത് ഫാഷൻ, 2 ക്യൂരിയോസിറ്റി, 3 ഫിയർ, 4 ലവ് ആൻഡ് അഫെക്ഷൻ, 5 പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്, 6 സെക്സ് ആൻഡ് റൊമാൻസ്. ഈ 6 കാറ്റഗറിയും ഇമോഷണൽ ബൈയിങ് മോട്ടീവ്സിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാറ്റഗറീസാണ്. ഒന്നാമത് ഫാഷൻ. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് മോട്ടീവ് that can change the mind of consumers. കസ്റ്റമേഴ്സിൻ്റെ മനസ്സ് മാറ്റാൻ കഴിയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റാണ് ഫാഷൻ എന്ന് പറയുന്നത്. ജനറലി കസ്റ്റമേഴ്സ് ട്രൈ ടു ഇമിറ്റേറ്റ് ഫിലിം സ്റ്റാർ, സ്പോർട്സ്മാൻ ആൻഡ് അത്ലറ്റ്സ്. സാധാരണയായിട്ട് കസ്റ്റമേഴ്സ് ഫിലിം സ്റ്റാറുകളെയും സ്പോർട്സ്മാൻസുകളെയും അത്ലറ്റ്സുകളെയും അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഓൾ ദ പ്രൊസീജിയേഴ്സ് അഡ്വർടൈസ് ദെയർ പ്രോഡക്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് പോപ്പുലർ പേഴ്സണാലിറ്റീസ്. അതിനാൽ തന്നെ എല്ലാ പ്രൊസീജിയേഴ്സുകളും ഈ പോപ്പുലർ ആയിട്ടുള്ള വ്യക്തികളുടെ സഹായത്തോടെ അവരുടെ പ്രോഡക്ട്സുകൾ അഡ്വർടൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി ഈസ് ദ ഡിസയർ ഫോർ ന്യൂ എക്സ്പീരിയൻസ് വിച്ച് മോട്ടിവേറ്റ് ദ പീപ്പിൾ ടു ബൈ ദ സ്പെസിഫിക് ഗുഡ്സ്. സ്പെസിഫിക് എക്സ്പീരിയൻസുകൾ പർച്ചേസ് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും പുതുതായിട്ടുള്ള എക്സ്പീരിയൻസുകളുടെ ഒരു ഡിസയർ കൂടിയാണ് ക്യൂരിയോസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ഗെറ്റ് ദ ന്യൂ എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സ് പർച്ചേസ് ദാറ്റ് ഗുഡ്സ്. പുതിയ എക്സ്പീരിയൻസുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സുകൾ ആ ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പുതുതായുള്ള ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ്, പുതുതായിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് കിട്ടുന്നത്. നെക്സ്റ്റ്, ഫിയർ. ഫിയർ എന്ന് പറയുകയാണെങ്കിൽ ഭയം എന്ന് പറയാം. എന്താണ് ഭയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പീപ്പിൾസ് ആർ ഓൾവേസ് കൺസേൺ അബൌട്ട് ദ ഹെൽത്ത്, വെൽത്ത് ആൻഡ് ലൈഫ്. ജനങ്ങൾ അഥവാ കസ്റ്റമേഴ്സ് എല്ലായ്പ്പോഴും അവരുടെ ഹെൽത്ത്, വെൽത്ത്, ലൈഫ് എന്നിവയിലാണ് കൺസേൺ ചെയ്യുന്നത്, അഥവാ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇൻഷുറൻസ് കോൺസെൻട്രേറ്റ് ചെയ്യല്ല, ഫോക്കസ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ദീസ് ഫീലിംഗ്സ് മോട്ടിവേറ്റ് ദം ടു പർച്ചേസ് പ്രോഡക്റ്റ് സച്ച് ആസ് ഇൻഷുറൻസ് പോളിസി, സേഫ് ലോക്കേഴ്സ്, മെമ്പർഷിപ്പ് ഓഫ് ഹെൽത്ത് ക്ലബ്ബ്. ഇൻഷുറൻസ് പോളിസി, സേഫ് ലോക്കേഴ്സ്, ഹെൽത്ത് ക്ലബിൽ ഉണ്ടാവുന്ന മെമ്പർഷിപ്പ് തുടങ്ങിയ പ്രോഡക്ട്സുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫീലിങ്സുകൾ അവരെ നന്നായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അഥവാ ഈ ഫിയർ എന്നുള്ള ആ ഫീലിങ്സ് കസ്റ്റമേഴ്സിനെ നന്നായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത്, ദീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹെൽപ്പ് ദം ടു റെഡ്യൂസ് ദ ഫിയർ. ഇത്തരത്തിലുള്ള ഗുഡ്സുകളും സർവീസുകളുടെയും ഫിയർ കുറയ്ക്കാൻ അഥവാ കസ്റ്റമേഴ്സിൻ്റെ ഭയം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലവ് ആൻഡ് അഫെക്ഷൻ. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ബൈയിങ് മോട്ടീവ്സ് വിച്ച് പീപ്പിൾ ദ ബയേഴ്സ് പർച്ചേസ് ദ ഗുഡ്സ്. ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റാണ് ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയുന്നത്. ഡ്യൂ ടു ലവ് ആൻഡ് അഫെക്ഷൻ ടു ദ ചിൽഡ്രൻ, പീപ്പിൾ ബൈ ടോയ്സ്, ഡ്രസ്, ബിസ്ക്കറ്റ്സ് എക്സെട്ര. ലവ് ആൻഡ് അഫെക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുട്ടികളോടുള്ള സ്നേഹം, അതുപോലെ തന്നെ അവരോടുള്ളൊരു വാത്സല്യമൊക്കെ ഉണ്ടായിരിക്കില്ലേ, അതൊക്കെ കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ഈ പറയുന്ന ടോയ്സുകളും ഡ്രസ്സുകളും ബിസ്ക്കറ്റ്സുകളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മോട്ടീവ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലവ് ആൻഡ് അഫെക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ് പ്രസ്യൂട്ട്സ് കസ്റ്റമേഴ്സ് ടു പർച്ചേസ് എക്സ്പീരിയൻസ് ആൻഡ് ലക്ഷറിയസ് ഗുഡ്സ്.
ഇവിടെ പ്രൈസ് ആൻഡ് പ്രസ്റ്റീജിയസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസിൻ്റെയും പ്രസ്റ്റീജിയസിൻ്റെയും അടിസ്ഥാനത്തിൽ ലക്ഷറിയസ് ആയിട്ടുള്ള ഗുഡ്സുകൾ ബൈ ചെയ്യാൻ കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. ദെൻ അത് മാത്രമല്ല, ദേ ഫീൽ ദാറ്റ് ലക്ഷറി ഗുഡ്സ് വിൽ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദെയർ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ നമ്മുടെ സ്റ്റാറ്റസ് അറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ലക്ഷറിയസ് ആയിട്ടുള്ള ഗുഡ്സുകൾ എന്താണ് സമൂഹത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പീപ്പിൾ യൂഷ്വലി പർച്ചേസ് ദ ബെൻസ് കാർ, LCD TV എക്സെട്ര ടു ഗെറ്റ് എ ഹൈ പൊസിഷൻ ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിൽ നമ്മുടെ പൊസിഷൻ ഏറ്റവും ഉയർന്നതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരെന്താണ് LCD TV അതുപോലെ തന്നെ ബെൻസ് കാർ എന്നുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ എന്താണ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സെക്സ് ആൻഡ് റൊമാൻസ് മോട്ടീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യാൻ അഥവാ ഗുഡ്സുകൾ ബൈ ചെയ്യാൻ കസ്റ്റമേഴ്സുകളെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമോഷണൽ മോട്ടീവ്സ് ആണ് സെക്സ് ആൻഡ് റൊമാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് റാഷണൽ മോട്ടീവ്സ്. റാഷണൽ ബൈയിങ് മോട്ടീവ്സ് ആർ ബേസ്ഡ് ഓൺ സൗണ്ട് ജഡ്ജ്മെൻറ്റ്. ഇൻ ദിസ് കേസ് കൺസ്യൂമർ പർച്ചേസ് ദ ഗുഡ്സ് ത്രൂ ദ proper testing, comparing and observing the goods on the basis of price, quality, durability, after sale service etc. റാഷണൽ ബൈയിങ് മോട്ടീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റാഷണൽ ബൈയിങ് മോട്ടീവ്സുകൾ ശരിയായിട്ടുള്ള ജഡ്ജ്മെൻറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കസ്റ്റമേഴ്സിൻ്റെ ഗുഡ്സുകൾ ശരിയായ രീതിയിൽ ശരിയായ ഒരു പരിശോധനയിലൂടെയാണ് വ്യക്തമാക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ്, ക്വാളിറ്റി, അതുപോലെ തന്നെ സെയിൽസ് സർവീസസ് എന്നീ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ താരതമ്യപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന റാഷണൽ ബൈയിങ് മോട്ടീവ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ദീസ് മോട്ടീവ്സ് ഹെൽപ്പ് ദം ടു സേവ് ദ അൺനെസറി കോസ്റ്റ്. അനാവശ്യമായിട്ടുള്ള ചിലവ് അത് ലാഭിക്കാൻ ഇത്തരത്തിലുള്ള മോട്ടീവ്സുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അഥവാ റാഷണൽ മോട്ടീവ്സുകൾ അനാവശ്യമായുള്ള ചിലവ് ലാഭിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ ഫോളോയിങ് ആർ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മോട്ടീവ് അണ്ടർ റാഷണൽ ബൈയിങ് മോട്ടീവ്സ്. റാഷണൽ ബൈയിങ് മോട്ടീവ്സുകളുടെ കീഴിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മോട്ടീവ്സുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ, എക്കോണമി. ഇൻ ദിസ് മോട്ടീവ് കസ്റ്റമേഴ്സ് പ്രിഫർ ദ പ്രോഡക്റ്റ് വിച്ച് ആർ ഇൻഎക്സ്പെൻസീവ്. റാഷണൽ ബൈയിങ് മോട്ടീവ്സിൻ്റെ കേസിൽ കസ്റ്റമേഴ്സുകൾ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള അഥവാ ഏറ്റവും വില കുറഞ്ഞ പ്രോഡക്ട്സുകളാണ് ഇഷ്ടപ്പെടുന്നത്. ടു ഗെറ്റ് മോർ പ്രോഫിറ്റ് ആൻഡ് ഡിസ്കൗണ്ട് കസ്റ്റമർ പർച്ചേസ് ദ ഗുഡ്സ് വിച്ച് ആർ ചീപ്പ് ഇൻ പ്രൈസ്. കൂടുതലായുള്ള പ്രോഫിറ്റും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ലഭിക്കാൻ പ്രൈസിൽ എന്താണ് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഗുഡ്സുകൾ മേടിക്കുക. അഥവാ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് കൂടുതലായുള്ള ലാഭവും അതുപോലെ തന്നെ ഡിസ്കൗണ്ടും ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അവരെന്താണ് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ് അവിടെ പർച്ചേസ് ചെയ്യുന്നത്. ദെൻ റീസണബിൾ പ്രൈസ് അട്രാക്ട്സ് ആൻഡ് എൻകറേജസ് ദ കസ്റ്റമേഴ്സ് ടു ബൈ ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായമായിട്ടുള്ള വില അഥവാ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ്, അതുപോലെ തന്നെ ആ പ്രൈസിൻ്റെ അത്തരം പ്രൈസുകളുടെ അളവിലുള്ള ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യാൻ കസ്റ്റമേഴ്സുകളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുകയും അതിലൂടെ തന്നെ എൻകറേജ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അഥവാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റാഷണൽ ബൈയിങ് മോട്ടീവ്സിൻ്റെ കേസിൽ എന്താണ് കസ്റ്റമേഴ്സിനെ ന്യായമായ രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ന്യായമായ പ്രൈസിനുള്ളൊരു പ്രോഡക്റ്റ് അതുപോലെ തന്നെ ന്യായമായ അളവിലുള്ള പ്രോഡക്ട്സുകൾ, അത് മാത്രമല്ല അവരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ എൻകറേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്ട്സുകളാണ് കൂടുതലായിട്ട് റാഷണൽ ബൈയിങ് മോട്ടീവ്സിൽ പറയുന്നത്. നെക്സ്റ്റ്, യൂട്ടിലിറ്റി. പീപ്പിൾ പർച്ചേസ് ദോസ് ഗുഡ്സ് വിച്ച് ആർ ഹൈലി യൂസ്ഫുൾ ആൻഡ് ഗീവ് മോർ യൂട്ടിലിറ്റീസ്. ഇവിടെ ആളുകൾ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള വസ്തുക്കൾ അഥവാ ഫാക്റ്റുകൾ അത് എന്താണ് വാങ്ങുകയും കൂടുതൽ യൂട്ടിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. യൂട്ടിലിറ്റീസ് എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് എന്താണ് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള അഥവാ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുകയും കൂടുതലായിട്ടുള്ള യൂട്ടിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ ആഗ്രഹം അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കപ്പാസിറ്റീനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നെക്സ്റ്റ് ഡ്യൂറബിലിറ്റി ഈസ് ദ എബിലിറ്റി ടു എക്സിസ്റ്റ് ഫോർ എ ലോങ് ടൈം. The motive requires customers to purchase those goods which having a reasonable life. റീസണബിൾ പ്രൈസ് അല്ല കേട്ടോ, റീയൂസബിൾ ലൈഫാണ്. റീയൂസബിൾ ആണ്. RE എന്നുള്ള ഒരു ഫോം ഞാൻ ടൈപ്പ് ചെയ്തതും അന്ന് മിസ്റ്റേക്കാണ്. അപ്പോൾ നോക്കുക. അപ്പോൾ ഇവിടെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ കാലം നിലനിൽക്കാൻ കഴിവുള്ള തരത്തിലുള്ള പ്രോഡക്ട്സുകളായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോങ് ടേം ആയിട്ട് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ലോങ് ടേം ഡ്യൂറേഷന് പ്രാപ്തമായിട്ടുള്ള പ്രോഡക്ട്സുകളായിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ലോങ് ആയിട്ട് അഥവാ ലോങ് ടേം ആയിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യാൻ കസ്റ്റമേഴ്സുകളെ പ്രേരിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഡ്യൂറബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സെക്യൂരിറ്റി. ഇറ്റ് ഈസ് ദ എഗ്രി ഓഫ് ദ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഡേഞ്ചർ, ഡാമേജ് ആൻഡ് ലോസസ്. എന്ന് വെച്ചാൽ ഡേഞ്ചർ, ഡാമേജസ്, ലോസസ് എന്നിവയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, അതിനുള്ള ഒരു എഗ്രിയാണ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു കരാറാണ് സെക്യൂരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്യൂരിറ്റി എന്ന് പറയുകയാണെങ്കിൽ അപകടം, അതുപോലെ തന്നെ ഡേഞ്ചർ, ഡാമേജസ്, ലോസ് എന്നിവയിൽ നിന്നുള്ള ആ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരെന്താണ് ഒരു എഗ്രി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട്. അതിനെയാണ് സുരക്ഷ എന്ന് അഥവാ സെക്യൂരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്യൂർഡ് ആയിരിക്കണം എപ്പോഴും ആ പ്രോഡക്റ്റ്. Then the motive induce people to examine the amount of security offered by the product at the time of purchases. എന്നുവെച്ചാൽ പ്രോഡക്ട്സുകൾ വാങ്ങുന്ന സമയത്ത് അതുപോലെ തന്നെ അത് വാഗ്ദാനം ചെയ്യുന്ന പ്രൊട്ടക്ഷൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ്റെ ആ ഒരു അളവ് അത് പരിശോധിക്കാൻ ഈ പറയുന്ന ബൈയിങ് മോട്ടീവ്സുകൾ ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രോഡക്ട്സുകൾ വാങ്ങുന്ന ടൈമിലും അതിൻ്റെ ഓഫർ ചെയ്യുന്ന ആ പ്രൈസ് അല്ലെങ്കിൽ അത് വാഗ്ദാനം ചെയ്യുന്ന ആ ഒരു സെക്യൂരിറ്റി, ആ സെക്യൂരിറ്റീൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മെഷർമെൻറ്റ് എന്ന് പറയാം. ഇതൊക്കെ എന്താണ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് റാഷണൽ ബൈയിങ് മോട്ടീവ്സ് പീപ്പിൾസിനെ കൂടുതലായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് അഥവാ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. On the basis of these motives, people purchase, sale and secure product. ഇത്തരത്തിലുള്ള മോട്ടീവ്സിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ സെയിൽസും അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും അഥവാ സെക്യൂരിറ്റി ഒക്കെ എന്താണ് പ്രോഡക്ട്സുകളിൽ നിന്ന് വാങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്യൂരിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത് ലോസ്, ഡാമേജസ്, ഡേഞ്ചർ എന്നിവയിൽ നിന്നുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ സെക്യൂരിറ്റീൻ്റെ ഒരു കോൺട്രാക്റ്റാണ് ബൈയിങ് മോട്ടീവ്സിൽ പറയുന്നത്. റാഷണൽ ബൈയിങ് മോട്ടീവ്സിൽ പറയുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് പ്രോഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുന്ന ടൈം വാഗ്ദാനം ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ അളവ് അത് പരിശോധിക്കാൻ ഈ ഒരു റാഷണൽ മോട്ടീവ്സ് വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ റാഷണൽ മോട്ടീവ്സ് ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ദെൻ പറയുന്നത് പിന്നെ എന്താ പറയുന്നത് ഈ ഒരു മോട്ടീവ്സിൻ്റെ അഥവാ ഇത്തരത്തിലുള്ള മോട്ടീവ്സിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ അവയുടെ സെയിൽസും അതുപോലെ തന്നെ സെക്യൂരിറ്റീസും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, കംഫർട്ട് ആൻഡ് കൺവീനിയൻസ്. ഇറ്റ് ഈസ് ദ ഡിസയർ ഓഫ് ഓൾ ഹ്യൂമൻ ബീയിങ്സ് ടു ലൈവ് എ കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് വേ. കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് എന്നോട് ഉദ്ദേശിക്കുന്നത് എല്ലാ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ് കംഫർട്ടും അതുപോലെ തന്നെ കൺവീനിയൻസുമായിട്ടുള്ള രീതിയിൽ ഒരു ലൈഫ് ലീഡ് ചെയ്യുക എന്നതാണ് പറയുന്നത്. ഇവിടെ ആസ് എ റിസൾട്ട് ദേ ഗെറ്റ് മോട്ടിവേറ്റഡ് ടു പർച്ചേസ് സച്ച് ഗുഡ്സ് വിച്ച് പ്രൊവൈഡ് മോർ കംഫർട്ട് ആൻഡ് കൺവീനിയൻസ്. ഇവിടെ എന്താ പറയുന്നത് കൂടുതലായിട്ടുള്ള കംഫർട്ടും അതുപോലെ തന്നെ കൺവീനിയൻസും നൽകുന്ന അത്തരം ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് റാഷണൽ മോട്ടീവ്സിൻ്റെ വേറൊരു ഘടകം എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സ് പർച്ചേസ് TV, DVD, എയർ കണ്ടീഷണർ, വാഷിംഗ് മെഷീൻ എക്സെട്ര ഫോർ ദെയർ പ്ലഷർ ആൻഡ് കംഫർട്ട്. കസ്റ്റമേഴ്സുകൾ അവരുടെ സന്തോഷത്തിനും അതുപോലെ സുഖത്തിനുമൊക്കെ വേണ്ടിയിട്ട് അവരെന്താണ്
ഈ പറയുന്ന LCD TV, അതുപോലെ DVD, എയർ കണ്ടീഷൻസ്, വാഷിംഗ് മെഷീൻ എന്നീ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമേഴ്സിൻ്റെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടിയിട്ട് പ്രോഡക്ട്സുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, അത്തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇമോഷണൽ ആൻഡ് റാഷണൽ മോട്ടീവ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇമോഷണൽ മോട്ടീവ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇമോഷണൽ മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കസ്റ്റമേഴ്സിൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ പാഷൻസിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ മോട്ടീവ്സിനെയാണ് നമ്മൾ ഇമോഷണൽ മോട്ടീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് റാഷണൽ മോട്ടീവ്സ് എന്താണ്? ഒരു ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു സൗണ്ട് ജഡ്ജ്മെൻറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മോട്ടീവ്സാണ് റാഷണൽ മോട്ടീവ്സ് എന്നുള്ളത് ചെയ്യുക. ഇത്തരം രണ്ട് മോട്ടീവ്സുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ അണ്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് കാറ്റഗറീസ് മോട്ടീവ്സാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി രണ്ട് മോട്ടീവ്സുകളായ ലേൺഡ് ആൻഡ് ഇൻഹറൻറ്റ് മോട്ടീവ്സും സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ മോട്ടീവ്സും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.